മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ശ്രീ ഇ അഹമ്മദ് സാഹിബിന്റെ സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിന്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞ ഈ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാൻ സാധിക്കും. 2011 മറ്റോ ആണ് അദ്ദേഹം പൊന്നാനി വരെ ഗുരുവായൂർ ലൈൻ റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പദ്ധതിയുമായി വന്ന് അദ്ദേഹത്തിന്റെ മുട്ടുകാല് തല്ലിയൊടിച്ചു. ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം മരിക്കുമ്പോൾ ആ കണ്ണീരോടുകൂടി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച 2014 മുമ്പ് ഫ്രീസ് ചെയ്ത ആ പ്രോജക്റ്റ് നിങ്ങളുടെ അയൽക്കാരൻ MP ഡീഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോൾ ഓപ്പൺ ആണ്. അതിനുവേണ്ടി ജോയും ശ്രീ ആബദ് ഹുസൈൻ തങ്ങൾ അവർകളും അബൂബക്കറും നൌഷദ് അലിയും എല്ലാം അതിനുവേണ്ടി ഇനി അഹോരാത്രം പണിയെടുക്കണം. ഇത് കായംകുളത്ത് നിന്ന് ഒരു ലൈൻ ആലപ്പുഴയ്ക്ക് തിരിഞ്ഞ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തതുപോലെ ഒരു പാരലൽ ലൈൻ നമുക്ക് തിരൂർ, കുറ്റിപ്പുറം, തൃശൂർ അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിന്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്. ഇവരത് ഓപ്പൺ ചെയ്ത് കേരള സർക്കാരിനെ കൊണ്ട് അതിനുള്ള സ്ഥലം വാങ്ങിച്ചു കൊടുത്തല്ലാതെ ഇവരെ ഇനി അടുപ്പിക്കരുത്. നിങ്ങൾ അത്രയും കൂടി ചെയ്യണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പക്ഷേ കേരള സർക്കാർ അതിനുള്ള സ്ഥലം എടുത്തു കൊടുക്കണം. വന്ദേ ഭാരത് ഇപ്പോൾ ഓടുന്ന 3 ട്രെയിനല്ല, നമുക്കത് 6 ട്രെയിനായും വരാനുള്ള സാധ്യത. ആലപ്പുഴ വഴിയും പോകുന്നില്ലേ 2 ട്രെയിൻ? അതുപോലെ വന്നൂടെ? നമുക്ക് ഇന്നുള്ള റെയിൽ നെറ്റ്വർക്ക് അതിലൂടെ ഓടിക്കാൻ ഇനി ട്രെയിനുകൾക്ക് സമയമില്ല. ആ സമയത്തിന്റെ സ്പേസ് ഇല്ല. നമുക്ക് വീതി വർദ്ധിച്ചു കിട്ടണം. കേരളം വളരെ ചെറിയ സംസ്ഥാനമാണ്. നമുക്ക് കടലിനും മലനിരകൾക്കും ഇടയ്ക്ക് ഒരല്പം വായുവാണ് നമുക്ക് കിട്ടുന്നത്. അതെന്തിനെല്ലാം വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഈ കണക്കെടുത്ത് എവിടെയൊക്കെ ആവാസ വ്യവസ്ഥിതിക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമോ അത് തിരൂർ, പൊന്നാനി, ഇരിഞ്ഞാലക്കുട, ഗുരുവായൂർ വഴി ഇരിഞ്ഞാലക്കുട ലൈനിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇത് നിങ്ങൾ കേട്ടില്ലേ? എത്ര സുന്ദരമായ മറുപടിയാണ് മലപ്പുറം ജനതക്ക് സുരേഷ് ഗോപി കൊടുക്കുന്നത്. നമുക്കറിയാം, മലപ്പുറത്തൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകള് തൃശ്ശൂറുകാർക്ക് തെറ്റിയെന്നൊക്കെ പറഞ്ഞ് നിരന്തരം പ്രചരണം നടത്തിയിരുന്നു. അവരൊക്കെ ഇപ്പോ എന്തോ പറയുന്നു? മലപ്പുറത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനം നടത്തിയ ആ പ്രോഗ്രാമിൽ വെച്ചിട്ടാ സുരേഷ് ഗോപി ഈ പ്രഖ്യാപനം കൂടി അങ്ങ് നടത്തിയത്. ഈ പ്രഖ്യാപനം കേട്ട് ഇ അഹമ്മദിന്റെ പേരെന്ന് പറഞ്ഞപ്പോഴേക്ക് ലീഗ് അണികൾ വലിയ രീതിയിൽ ആവേശത്തിലാണ്. ആ ആവേശം കൊള്ളുന്ന ആളുകളൊക്കെ ഒന്ന് വിവേകത്തോടു കൂടി ചിന്തിച്ചു നോക്കൂ. സുരേഷ് ഗോപി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇ അഹമ്മദ് എന്ന് പറയുന്ന നേതാവ് ഒരു വികസന പദ്ധതി 2011 കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. റെയിൽവേ ട്രാക്ക്, അതായത് വലിയ രീതിയിൽ റെയിൽവേ വികസിപ്പിക്കുക എന്നുള്ളത് ഇ അഹമ്മദിന് സ്വപ്ന പദ്ധതിയായിരുന്നു. എന്നാൽ അത് നടന്നില്ല. അതിന് യഥാർത്ഥത്തിൽ ലീഗ് അണികൾക്ക് കൈയടിക്കാൻ സാധിക്കോ? അപമാനഭാരത്താൽ ലീഗ് അണികൾ തലകുനിക്കേണ്ട ഒരു വിഷയമല്ലേ? 2011 രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന സർക്കാർ അല്ലായിരുന്നോ രാജ്യം ഭരിച്ചിരുന്നത്? ആ സമയത്ത് മലപ്പുറം ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വികസനം ഇ അഹമ്മദ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് UDF, മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കന്മാരോ എതിർത്ത് നിന്നത് കൊണ്ടല്ലേ റെയിൽവേ ട്രാക്ക് 2026 ആയിട്ടും ഇപ്പോ അധികരിപ്പിക്കാനൊന്ന് സാധിക്കാതെ വന്നത്? മുസ്ലിം ലീഗ് പിന്തുണ കൊടുത്ത് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കോൺഗ്രസ് ഭരിച്ചു മുന്നോട്ട് പോവാം. എന്നിട്ട് ഈ സമയം വരെ ആയിട്ട് മലപ്പുറം ജനതയ്ക്ക് വേണ്ടിയിട്ട്, മലപ്പുറം ജനത ഉൾപ്പെടെ എന്ത് ഉപകാരമാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്? 2011 ഇ അഹമ്മദ് കൊണ്ടുവരാൻ ശ്രമിച്ചൊരു പദ്ധതി പോലും ലീഗ് നേതാക്കന്മാരും കോൺഗ്രസും കൂടി അങ്ങ് തള്ളി എന്നുള്ളതല്ലേ പച്ചക്ക് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്?
ഞാൻ ഈ മലപ്പുറത്ത് കൂടിയൊക്കെ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആ മലപ്പുറം ജനതയോട് സഹതാപം മാത്രമേ തോന്നാറുള്ളൂ, മറ്റൊന്നും കൊണ്ടല്ല. മലപ്പുറം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാവട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പാവട്ടെ, ലോക്സഭാ തിരഞ്ഞെടുപ്പാവട്ടെ, ഏതാണെങ്കിലും മതപാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗാണ് അവിടെ നിന്ന് വിജയിക്കാറുള്ളത്. ആ മുസ്ലിം ലീഗ് എന്താണ് മലപ്പുറം ജനതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു കലാപക്കാരിയുടെ പേരിൽ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കിയതാണോ അവർ മലപ്പുറം ജനതയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത്? എന്ത് കയ്യൊപ്പാണ് ഇത്രയും? രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ സ്ഥാനാർത്ഥി മലപ്പുറത്തേക്ക് വരാതെ മലപ്പുറം ജനത മുസ്ലിം ലീഗിനെ അവിടെ വിജയിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗ് എന്ത് ഉണ്ടയാണ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ കേരളത്തിന്റെ കണക്കെടുത്താൽ ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഈ മലപ്പുറത്തുള്ള സകല ജനങ്ങളും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത്, അല്ല ഗതികേട് കൊണ്ട്. കുടുംബം പോറ്റാൻ 90% ആളുകളും ഗതികേട് കൊണ്ടാണ്. 10% നമുക്കറിയാം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവും. ഇനി ഒരു 80% എടുക്കാം, 80% ആളുകളും ഗതികെട്ടിട്ട് കുടുംബം പോറ്റാനാ പോകുന്നത്. അവരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്തല്ലേ ഈ 2026 എത്തി നിൽക്കുന്നത്? മലപ്പുറത്ത് എന്തുകൊണ്ട് ബാംഗ്ലൂർ പോലെയുള്ള ഒരു ഐടി ഹബ്ബ് ഈ മുസ്ലിം ലീഗിന് ഇത്രയും കാലമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല? മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ലോകോത്തര കമ്പനികളെ മലപ്പുറത്തേക്ക് എത്തിച്ച് ആ മലപ്പുറത്തെ യുവാക്കൾക്ക് ജോലി അവിടെ തന്നെ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല? ആമസോൺ പോലെ ലോകോത്തര കമ്പനികളെ എന്തൊക്കെ പോട്ടെ, ആമസോണൊക്കെ അവിടെ നിൽക്കട്ടെ, ആ കിറ്റക്സ് മുതലാളിക്കെങ്കിലും ഇവിടേക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് മലപ്പുറത്തൊരു തുറന്ന അവസരം യുവാക്കൾക്ക് ചെയ്തു കൊടുക്കാത്തത് എന്തുകൊണ്ടാ? മുസ്ലിം ലീഗാണ് കേരളത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത്. കാരണം മലപ്പുറം ജനത എക്കാലഘട്ടത്തിലും മുസ്ലിം ലീഗിനെ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് ആ മുസ്ലിം ലീഗ് മലപ്പുറം ജനതയ്ക്ക് എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്? അതേസമയം തൊട്ടടുത്ത MP ആയിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹത്തിന്റെ പോസ്റ്റാ. തവനൂർ സബ് പോസ്റ്റ് ഓഫീസിൽ പുതുതായി ആരംഭിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് തവനൂരിലും പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇനി വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്നും ലഭ്യമാകും. അനാവശ്യമായ യാത്രാ ദുരിതവും സമയനഷ്ടവും ഒഴിവാക്കി വേഗത്തിലും കൃത്യതയിലും സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. വികസന കുതിപ്പിൽ കേരളത്തെയും ഓരോ മണ്ഡലത്തെയും മുന്നോട്ട് നയിക്കാൻ ഇനിയും കൂടുതൽ പദ്ധതികൾ വരും ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാകും. സുരേഷ് ഗോപി നിഷ്കളങ്കമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം നടത്തി മുന്നോട്ട് പോവുക. ഒരു മലപ്പുറത്തിനെയും മാറ്റി നിർത്താതെ സുരേഷ് ഗോപി വലിയ സേവനങ്ങൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ദിനം പ്രതി ഉദ്ഘാടനങ്ങൾ. മലപ്പുറത്ത് നടന്ന പ്രോഗ്രാമാണ് ഞാൻ വായിച്ചേൽപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു സുന്ദരമായ രാഷ്ട്രീയം, BJPയുടെ ഒരു സുന്ദരമായ രാഷ്ട്രീയം കൂടി സുരേഷ് ഗോപി അവിടെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഈ അഹമ്മദുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ വികസന സ്വപ്നം പോലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കേണ്ടി വന്നു യാഥാർത്ഥ്യമാവാൻ എന്ന് പറയുമ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരൊക്കെ അപമാനഭാരത്താൽ തല കുരിച്ചാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോവേണ്ടത്. കോൺഗ്രസ്സുകാരെ പിന്നെ പറയുന്നത് അവർക്ക് ഈ മാനക്കേടൊന്നുമില്ലല്ലോ. അപ്പൊ സകല മലയാളികളും തിരിച്ചറിയാം, ഈ അഹമ്മദിന്റെ സ്വപ്നം പോലും യാഥാർത്ഥ്യമാവാൻ തൃശ്ശൂരിലെ ജനത വോട്ടു ചെയ്ത് സുരേഷ് ഗോപിയെ BJPയുടെ MP-യെ വിജയിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയാം. മലപ്പുറം ജനതക്ക് അർഹിച്ച രീതിയിൽ മുസ്ലിം ലീഗ് ഇക്കാലം അത്രയുമായിട്ടും ഒരു പരിഗണനയും മുസ്ലിം ലീഗിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെതായ എന്ത് കയ്യൊപ്പാണ്? ഏതെങ്കിലും കലാപകാരികളെ കൊണ്ട് എന്തെങ്കിലും ഓഡിറ്റോറിയം ഉണ്ടാക്കി പേര് കൊടുക്കുകയല്ല, അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കുക എന്നല്ല. എന്താണ് മുസ്ലിം ലീഗ് മലപ്പുറത്തിന് സ്വന്തമായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്? ഒരു 2000 പേർക്ക് ജോലി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഇക്കാലം അത്രയുമായിട്ട് മുസ്ലിം ലീഗിന് മലപ്പുറത്ത് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? മലപ്പുറം ജനതയെ മുസ്ലിം ലീഗ് വഞ്ചിക്കുന്നു. BJPയുടെ MP വന്ന് ഈ അഹമ്മദിന്റെ സ്വപ്നങ്ങൾ പോലും യാഥാർത്ഥ്യമാവാൻ ജനങ്ങൾക്കൊപ്പം സുരേഷ് ഗോപി നിൽക്കുന്നു എന്നുള്ളതും
സകല മലയാളികളും പ്രത്യേകിച്ച് തൃശ്ശൂർ ജനത അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ.